നമസ്തേ. വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാനൊരു ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയുമായിരുന്നു, നമ്മൾ ഇന്ന് മനസ്സിൽ ഭാവന ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നലെ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാ സംഗതികളും ഇന്നും നാളെയും മനുഷ്യൻ സങ്കല്പിക്കുന്ന ഭാവന ചെയ്യുന്നതായിട്ടുള്ള ഓരോ സംഗതിയും മറ്റൊരു തലത്തിൽ ഈ പ്രപഞ്ചത്തിലുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഡയമെൻഷനിൽ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളത്. ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടായി. എങ്ങനെയാണ് ഇത് സാധ്യമാവുക എന്നുള്ളത്. പിന്നീട് വളരെയധികം വർഷങ്ങൾ കടന്നുപോയതിനു ശേഷം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ക്വാണ്ടം ഫിസിക്സിന്റെയും അതുപോലെ തന്നെ സ്ട്രിംഗ് തിയറിയുടെയും ഒക്കെ കാലഘട്ടത്തിലാണ്. അന്യഗ്രഹ ജീവികൾ കേൾഡ് ഡയമെൻഷൻ വഴി ഭൂമിയിലേക്ക് വരുമെന്നുള്ള സങ്കല്പങ്ങൾ പോലും നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പഴയകാല സംസ്കാരങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, പ്രാചീന ഭാരതത്തിലേക്കും ഹിന്ദുസത്തിലേക്കും നോക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഖുറാനിലും ബൈബിളിലും നോക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഹിൻസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പാരാസൈക്കോളജിക്കൽ ആയിട്ടുള്ള അതുപോലെ തന്നെ മെറ്റഫിസിക്കൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെയൊക്കെ നമ്മളൊരു സയന്റിഫിക് വ്യൂ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു മോഡേൺ വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കി കാണാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നതായിട്ടുള്ള അന്യഗ്രഹ ജീവികളുടെയും UFOകൾ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റുകളുടെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരാതനമായിട്ടുള്ള ഈ ഗ്രന്ഥങ്ങളിലും സംസ്കാരങ്ങളിലും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്, പറയാനായിട്ട് ശ്രമിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ അതിനു മുൻപായിട്ട് നമ്മൾ ക്വാണ്ടം ഫിസിക്സ് അതുപോലെ തന്നെ സ്ട്രിംഗ് തിയറി, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മൾക്ക് 2D അറിയാം, അതുപോലെ തന്നെ ത്രിമാനം അഥവാ 3D എന്താണെന്നുള്ളത് അറിയാം, 4D എന്താണെന്നുള്ളത് അറിയാം. ഒരു ബിന്ദുവിന് X ആക്സിസും Y ആക്സിസും കൊണ്ട് നമുക്ക് ഒരു പേപ്പറിലുള്ള ഒരു പോയിന്റിന് നമുക്ക് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അതുപോലെ തന്നെ അതൊരു ക്യൂബിനുള്ളിലുള്ള ഒരു പോയിന്റിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിലോ അവിടെ നമുക്ക് X ആക്സിസും Y ആക്സിസും മാത്രം പോരാ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അനദർ ആക്സിസ് നമ്മൾ അവിടേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നാൽ ഈ പറയുന്ന 3Dക്ക് അപ്പുറത്തേക്ക് 4Dയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ സമയത്തിന്റെ ഒരു സാന്നിധ്യം കാണുകയാണ് എന്നുള്ളതാണ്. ഇനി സമയത്തിനും അപ്പുറത്തേക്ക് 5Dയും 6Dയും ഏഴാമത്തെ തലങ്ങളും 8, 9, 10, 11 അതുപോലെ തന്നെ 26ഓളം തലങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ്. ഇത്തരത്തിലുള്ള കേൾഡ് ഡയമെൻഷൻ വഴിയാണ് ഏലിയൻസിന് നമ്മുടെ ഭൗതികമായിട്ടുള്ള മാനത്തിലും മറ്റപ്പുറത്തേക്കുള്ള മാനങ്ങളിലേക്കും ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനും ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ഭാവന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരു തലത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇത് സാങ്കല്പികമായിട്ടുള്ള ഒരു ഹൈപ്പോത്തീസിസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പുരാതനമായിട്ടുള്ള സിവിലൈസേഷൻസ്, അതുപോലെ തന്നെ നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച എൻ്റെ മുത്തശ്ശൻ പറഞ്ഞു തന്നിട്ടുള്ളതായിട്ടുള്ള അത്തരത്തിലുള്ള സങ്കല്പങ്ങൾ, അതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കളക്റ്റീവ് അൺകോൺഷ്യസ്നസ് പോലുള്ള കൺസെപ്റ്റുകൾ, ആർക്കിടൈപ്സ് പോലുള്ള കൺസെപ്റ്റുകൾ, ആകാശിക് റെക്കോർഡ്സ് പോലുള്ള കൺസെപ്റ്റുകൾ, ഇതൊക്കെ മറ്റൊരു ഡയമെൻഷന്റെ ഭാഗമാണോ? അതുപോലെ തന്നെ മനുഷ്യനുണ്ടാകുന്നതായിട്ടുള്ള ദൈവികമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഏഞ്ചൽസുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് നമുക്ക് പഴയ കാലത്ത് കാണാനായിട്ട് സാധിക്കും. ഇന്നും പല ആളുകൾക്കും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില വ്യക്തികളൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പെട്ടെന്നൊരു മിന്നായം പോലെയാണ് കണ്ടത്, അല്ലെങ്കിൽ ഒരു UFOയുടെ സൈറ്റിങ്ങിനെ കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ഒരു നക്ഷത്രം പോലെ പെട്ടെന്ന് മിന്നി മറഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു വെള്ളി തെളിക പോലുള്ള ഒരു സംഗതി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അപ്രത്യക്ഷമായി പോയി. ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് സിക്സാഗ് പോലെ സഞ്ചരിക്കുന്നതായിട്ടുള്ള അതിവേഗത്തിലുള്ള പ്രത്യേക രീതിയിലുള്ള UFO അല്ലെങ്കിൽ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റുകളാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ ഇത്ര വേഗത്തിൽ എങ്ങനെയാണ് ഈ യാത്ര സാധ്യമാകുന്നത്? ഒരു ഡയമെൻഷനിൽ നിന്ന് മറ്റൊരു ഡയമെൻഷനിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ 3Dയിലോ അല്ലെങ്കിൽ 4Dയിലോ ആയിരിക്കുന്ന സമയത്ത്, ആ ഒരു രീതിയിൽ നമ്മുടെ ചിന്തകളായിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനപ്പുറത്തേക്കുള്ള ഡയമെൻഷനെ പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരികയും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു അത്ഭുത പ്രതിഭാസമായിട്ട് മാത്രം അവശേഷിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതിനെയൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു സയന്റിഫിക് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഈ ഒരു സാങ്കല്പികമായിട്ടുള്ള ഹൈപ്പോത്തീസിന്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കതിന് മതഗ്രന്ഥങ്ങൾ നമ്മുടെ കൂടെയുണ്ട്, അതുപോലെ തന്നെ സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള അറിവുകൾ നമ്മളോട് കൂടെയുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം വെളിച്ചത്തിലുള്ള ഒരു അന്വേഷണം നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് തന്നെ പ്രേതഭൂത പിശാചുകൾ അപ്രത്യക്ഷമാകുന്നു, ഡിസപ്പിയർ ആകുന്നു. ഞാൻ അറിയുന്ന, എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് ഒരു കുന്നിന്റെ മുകളിലേക്കുള്ള മാവിന്റെ ചുവട്ടിലേക്ക് മാങ്ങ പെറുക്കാനായിട്ട് അതിരാവിലെ പോകുന്ന സമയത്ത്, ആ മാവിനെ സമീപിക്കുന്ന സമയത്ത് ആ മാവിന് ചുവട്ടിൽ
ഹ്യൂമനോയിഡ് ഷേപ്പ് അല്ലെങ്കിൽ മനുഷ്യ രൂപത്തിലുള്ള മുഴുവൻ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു രൂപം നിൽക്കുകയാണ്. അപ്പൊ ഈ വ്യക്തിയുടെ ആ ഒരു സാന്നിധ്യം അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത്, അതായത് ഈ കുട്ടി കയറി അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് ഈ കുട്ടി കാണുന്ന കാഴ്ച, പിന്നീട് ഈ രൂപം ഈ മാവിന്റെ ചുറ്റിനും ഓടുന്നത് പോലെ, അതിവേഗത്തിൽ ഓടുന്നത് പോലെ ഈ കുട്ടിക്ക് തോന്നുകയാണ്. ഈ രൂപം അടുത്തടുത്ത് വരുന്നത് പോലെ തോന്നുകയാണ്. കുട്ടി പേടിച്ച് തിരിച്ചോടി പോവുകയാണ്. ആ കുട്ടി ഇന്നും എന്നോടൊപ്പമുണ്ട്, പക്ഷെ ആ കുട്ടി ഇന്ന് ഒരുപാട് പ്രായത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു അനുഭവം, പഴയ ആളുകൾ പറയുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. മറ്റൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഒരു വീട്ടമ്മ വീടിന്റെ പുറകുവശത്തെ വാതിലിലൂടെ നോക്കുന്ന സമയത്ത്, വിജനമായ സ്ഥലത്തുള്ള വീടാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് ആ കുന്നിനപ്പുറത്ത് ഏറ്റവും വിജനമായിട്ടുള്ള ഒരു മൂലയിൽ പെട്ടെന്നൊരു അഗ്നി അങ്ങ് വരികയും ആ അഗ്നി ഡിസപ്പിയർ ആയിട്ട് പോവുകയും ചെയ്യുകയാണ്. സാധാരണ രീതിയിലുള്ള സൈക്കോളജിയിൽ നോക്കുന്ന സമയത്ത് ഇതിനൊക്കെ പല രീതിയിലുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള വിശകലനങ്ങളുണ്ട്. ചില ആളുകൾ പറയും ഹാലൂസിനേഷൻ ആണ്, ഇല്യൂഷൻ ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇനി അത് കൂടുതൽ ബലവത്തായിട്ട് വരികയാണെങ്കിൽ ഡെല്യൂഷൻ ഉണ്ടാവുകയാണ് എന്ന് ചിലപ്പോൾ ആളുകൾ പറയും എന്നുള്ളതാണ്. കാരണം അതൊരു വിശ്വാസമായിട്ട് മാറുന്ന സമയത്ത്. എന്ത് തന്നെയാണെങ്കിലും ഈ വ്യക്തികൾക്കൊക്കെ മാനസികമായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കെ ഇവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിത് കേവലം ഒരു ഹാലൂസിനേഷൻ എന്നുള്ള രീതിയിൽ തള്ളുന്നതിനപ്പുറത്തേക്ക്, കാലാകാലങ്ങളായിട്ട് നമ്മുടെ മുൻ തലമുറകൾ ഓരോ സംസ്കാരത്തിന്റെയും പിന്നോട്ട് പോകുന്ന സമയത്ത് ആ കാലഘട്ടം തൊട്ട് മാലാഖമാരെ കുറിച്ചും അല്ലെങ്കിൽ പിശാചിനെ കുറിച്ചും അല്ലെങ്കിൽ ദേവന്മാരെ കുറിച്ചും അസുരന്മാരെ കുറിച്ചും മറ്റു രീതിയിലുള്ള ബീയിങ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ബീയിങ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് സൂചിപ്പിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പ്രാചീന കാലത്തേക്ക് പോകുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെയൊക്കെ ഒരു സംസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെയൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഈവിൾ സ്പിരിറ്റുകള്, ഗുഡ് സ്പിരിറ്റുകള്, ദേവതമാര് അല്ലെങ്കിൽ ചാത്തന്മാര്, അങ്ങനെ പല രീതിയിൽ ആളുകൾ വിശദീകരിക്കുന്ന കാണാനായിട്ട് സാധിക്കും. പലർക്കും പല രീതിയിലുള്ള സൈറ്റിങ്ങുകൾ പല സ്ഥലങ്ങളിൽ ഉണ്ടായതായിട്ട് വിശദീകരിക്കുന്നത് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാമൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഒരുപാട് സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങൾ നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ടെലിപ്പതി അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് മറ്റൊരു ഡയമെൻഷനിലേക്ക് ടെമ്പററി ആയിട്ട് ആക്സസ് കിട്ടുന്ന സമയത്താണോ, അല്ലെങ്കിൽ മറ്റൊരു ഡയമെൻഷനിലുള്ള സംഗതികൾ നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള നമുക്ക് പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഈ ഒരു ഡയമെൻഷനിലേക്ക് അവർക്ക് ആക്സസ് കിട്ടുന്നതാണോ? ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ലോജിക്കലി മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി UFOകളുടെ കാര്യത്തിലേക്ക് വരാം. അന്യഗ്രഹജീവികളെ കണ്ടു, അല്ലെങ്കിൽ അന്യഗ്രഹജീവികളുടെ പേടകങ്ങൾ കണ്ടു എന്നൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും പലപ്പോഴും നമുക്ക് അസാമാന്യമായിട്ടുള്ള സിമിലാരിറ്റീസ് ഈ സംഭവങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല സമയത്തും ആളുകൾ പറയുന്നത് ഒരു മിന്നായം പോലെ കണ്ടു, അല്ലെങ്കിൽ പലരും വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള അന്യഗ്രഹജീവികളുടെ ആ ഒരു രൂപം, അവരുടെ പ്രവർത്തനത്തിനൊക്കെ വളരെ സിമിലാരിറ്റി ഉണ്ട്. പല സമയത്തും ഇത്തരത്തിലുള്ള അന്യഗ്രഹജീവികൾ എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്സ് ഈ മനുഷ്യ വ്യക്തിത്വങ്ങളെ പലപ്പോഴും ഒരു ഹിപ്നോട്ടൈസ്ഡ് ട്രാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ചില ആൾക്കാർക്ക് അനുഭവമുണ്ട്. അതുപോലെ തന്നെ അബ്ഡക്ഷൻസിൽ പെട്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യഗ്രഹജീവികളാൽ അപഹരിക്കപ്പെട്ട് അല്ലെങ്കിൽ അവർ കൊണ്ടുപോയി പിന്നീട് തിരിച്ചു വിട്ടു എന്ന് പറയുന്ന സമയത്ത് പല ആളുകൾക്കും അവരുടെ സമയത്തിന് ബ്ലാക്ക് ഔട്ട് ഉണ്ടായതായിട്ട് തോന്നുന്നതായിട്ടുള്ള അനുഭവങ്ങൾ അവർ പറയുന്നുണ്ട്. അവരുടെ സമയത്തിന്റെ ഒരു ഭാഗം ഇല്ലാതായി പോയതായിട്ടുള്ള അനുഭവങ്ങൾ അവർ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള സിമിലാരിറ്റീസ് നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കും. ഞാൻ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി രാത്രിയിൽ ഒരു സ്ഥലത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ പുതിയ ആളാണ്, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ പുറത്തൊന്നും ആളുകൾ കിടക്കാറില്ല. പിറ്റേ ദിവസം ആ വ്യക്തി ഉണരുന്ന സമയത്ത് അല്പദൂരത്തേക്ക് മാറിയാണ് അദ്ദേഹത്തിനെ കാണുന്നത്. ജീവിതത്തിൽ അതിന് മുൻപോ ശേഷമോ അങ്ങനെയുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊരു കേവലം ഒരു മാനസികമായിട്ടുള്ളൊരു സ്ലീപ്പ് വാക്കിംഗ് പോലുള്ള ഒരു സംഗതി ആയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും ഫിനോമിന ആയിട്ടോ നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുമോ? അതോ ഈസ്റ്റർ സൂപ്പർ നാച്ചുറൽ ഫിനോമിന അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ബീയിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏലിയൻ അബ്ഡക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പൊ അനദർ ഡയമെൻഷനിൽ നിന്ന് അല്ലെങ്കിൽ ഹയർ ഡയമെൻഷനിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഈ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയത്തിന്റെ മേൽ ആധിപത്യം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് സ്പേസിന്റെ മേലായിരിക്കും ചിലപ്പോൾ ആധിപത്യം ഉണ്ടാകുന്നത്, അവർക്ക് സമയത്തിന്റെ മേലും കൂടെ ആധിപത്യം ഉണ്ടാകുന്ന സമയത്ത്, ഈവൻ അവർക്ക് സ്ട്രിങ്സിന്റെ മേൽ പോലും ആധിപത്യം ഉണ്ടാകുന്ന സമയത്ത് ദേ ക്യാൻ ചേഞ്ച് ദ റിയാലിറ്റി. നമ്മൾ യാഥാർത്ഥ്യം എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള റിയാലിറ്റി അവർക്ക് മാറ്റാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫെനോമിനലൊക്കെ അന്യഗ്രഹജീവികളെ ഗ്രേ ഏലിയൻസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അധികം ഉയരമില്ലാത്തതായിട്ടുള്ള വലിയ തലയുള്ള വലിയ കണ്ണുകളുള്ള, ചിലപ്പോൾ ചാര നിറത്തിലോ അല്ലെങ്കിൽ പച്ച നിറത്തിലോ ഒക്കെ പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള ബീയിങ്സ്, അവർ ഫ്യൂച്ചറിൽ നിന്ന് വരുന്ന മനുഷ്യരാണ് എന്നുള്ള കൺസെപ്റ്റ് പോലും ഇന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിവേ
അന്ന് പ്രേതാനുഭവങ്ങളാണെങ്കിൽ ഇന്ന് ആളുകൾ അതിനേക്കാൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് UFO ഫെനോമിന ആണ്. ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് കാലത്ത് കറണ്ട് വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് പ്രേതങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് പ്രേതങ്ങളൊക്കെ വെളിച്ചം വന്നപ്പോൾ പോയി എന്നുള്ളത്. അവിടെ നിൽക്കട്ടെ, വെളിച്ചം വന്നപ്പോൾ പ്രേതങ്ങൾ പുതിയ രൂപത്തിൽ അവതരിച്ചു എന്ന് പറയേണ്ടതായിട്ട് വരും. UFOയിലൂടെയും ഏലിയൻസ് എന്ന് പറയുന്ന ഫെനോമിനയിലൂടെയും പല സമയത്തും ട്രാൻസ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത്, അതുപോലെ തന്നെ NDE നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ മറ്റൊരു ലോകം കാണുകയാണ്. മുൻപുള്ള പല വീഡിയോകളിലും ഞാൻ പല കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ കമന്റ് ചെയ്യുകയുണ്ടായി. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നത് ഞാൻ വായിക്കുകയുണ്ടായി എന്നുള്ളതാണ്. പല ആളുകളും പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള പൂക്കൾ നിറഞ്ഞതായിട്ടുള്ള പ്രദേശത്തൂടെ നടന്നു പോകുന്നു, മാലാഖമാരെ പോലെയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബീയിങ്സ് വന്ന് അവരെ സ്വീകരിക്കുന്നു. ചില ആളുകളാകട്ടെ അവരുടെ പൂർവ്വ പിതാമഹന്മാർ വളരെ സന്തോഷത്തോടു കൂടി അവിടെ ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ചിലരാകട്ടെ അപൂർവമായിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള വിഷൻ കണ്ടുകൊണ്ട് ഭയപ്പെട്ടതായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. സ്വർഗ നരകങ്ങൾ കണ്ടു എന്നൊക്കെ പറയുന്നതായിട്ടുള്ള അവസ്ഥകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മറ്റൊരു ഡയമെൻഷനിലേക്കുള്ള ഒരു ആക്സസ് ആകാനാണ് നമുക്കൊരു സയന്റിഫിക് പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് തെളിയിച്ച കാര്യമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതൊരു സങ്കല്പം എന്നുള്ള രീതിയിൽ, ഒരു ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ്. അതുപോലെ തന്നെ ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് പോകുന്ന സമയത്ത് പല രീതിയിൽ നമ്മുടെ ബോധത്തിന് മാറ്റമുണ്ടാകുമെന്നുള്ളതാണ്. അത്തരത്തിൽ മാറ്റമുള്ള അവസ്ഥകളിലേക്ക്, ട്രാൻസിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷനിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആളുകൾക്ക് മറ്റൊരു ഡയമെൻഷനിലെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുകയാണ് എന്നുള്ളതാണ്. മറ്റൊരു ഡയമെൻഷനോ അല്ലെങ്കിൽ ഒന്നിലധികമായിട്ടുള്ള ഡയമെൻഷൻ, ഒന്നിലധികമായിട്ടുള്ള പ്രപഞ്ചങ്ങള്, മൾട്ടിവേഴ്സ്, ഇവിടേക്കൊക്കെ നമ്മുടെ ബോധത്തിന് ആക്സസ് ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി റിലീജിയൻസിലേക്കും സംസ്കാരങ്ങളിലേക്കും വരുന്ന സമയത്ത് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യകാല സിവിലൈസേഷൻ ആയിട്ടുള്ള മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ആദ്യമായിട്ട് രൂപപ്പെട്ടു എന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ഒരു സംസ്കാരം തന്നെയാണത്. അനു എന്ന് പറയുന്ന ഒരു ദൈവമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ അനുവിന്റെ ഓഫ്സ്പ്രിംഗ് ആയിട്ട് വരുന്നതായിട്ടുള്ള അനുനാഗി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ദൈവസങ്കല്പം, ഒരു സ്കൈ ഗോഡിന്റെ സങ്കല്പം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അനുരാഗി എന്ന് പറയുന്നത് ആകാശത്തിൽ നിന്ന് വരികയും മനുഷ്യന്റെ ആദ്യത്തെ സംസ്കാരത്തിന് രൂപം കൊടുത്തു എന്നുമാണ് പല ആളുകളും വിശ്വസിച്ചു പോരുന്നത്. ഇപ്പൊ ശാസ്ത്രീയമായിട്ട് നോക്കുന്ന സമയത്ത് അനുനാഗി എന്ന് പറയുന്ന ഒരു ദൈവം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഹിസ്റ്റോറിക്കലി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒറിജിൻ എന്തായിരുന്നു, അതൊരു സങ്കല്പമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രേഖാചിത്രങ്ങൾ അഥവാ നമുക്ക് ഇടയ്ക്കൽ കേവ്സിൽ നിന്നൊക്കെ കിട്ടുന്ന പോലുള്ള ചുവർ ചിത്രങ്ങളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ടാബ്ലറ്റ്സിൽ നിന്നൊക്കെ ഉള്ള ഇൻഫർമേഷനാണ് നമുക്ക് ഇന്ന് ആക്സസ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ പിരമിഡ്സ് ബിൽഡ് ചെയ്യാനായിട്ട് ജയന്റ് ആയിട്ടുള്ള ബീയിങ്സ്, മനുഷ്യനെക്കാളും അതിശക്തന്മാരും ഒരുപാട് വലിപ്പവും ഒരുപാട് എബിലിറ്റീസും ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സും ഉള്ളതായിട്ടുള്ള ബീയിങ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്തു, അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത്, അത് പല രീതിയിൽ ചില ആളുകൾ ഭാവന ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹൈപ്പോത്തീസിസുകൾ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി ബൈബിളിലേക്ക് പോകുന്ന സമയത്ത് നെഫിലിം, അതുപോലെ തന്നെ ബൈബിളിന്റെ പല ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്സ് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഉള്ള ബീയിങ്സിന് ഓഫ്സ്പ്രിംഗ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടായിട്ടുണ്ട്. ദേ ആർ ജയൻസ്, അവർക്ക് വലിയ രീതിയിലുള്ള കപ്പാസിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ചില സ്ഥലങ്ങളിൽ, എസ്പെഷ്യലി എനോക്കിന്റെ പുസ്തകം എന്ന് പറയുന്ന ബൈബിളിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഭാഗത്ത് പറയുന്നതായിട്ട് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് എനോക്കിന്റെ പുസ്തകം ബൈബിളിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നമ്മൾ ഈ ഒരു അന്വേഷണ പരമ്പരയിൽ ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അനുനാഗി എന്ന് പറയുന്ന സ്കൈ ഗോഡ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഇനി ഈജിപ്ഷ്യൻ ഗോഡ്സ് അഥവാ ഹ്യൂമനോയിഡ് ഷേപ്പ് ഉള്ളതായിട്ടുള്ള എന്നാൽ എക്സ്ട്രാ എബിലിറ്റീസും ഫീച്ചേഴ്സും ഉള്ളതായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രാചീന ഈജിപ്ഷ്യൻ അവശിഷ്ടങ്ങളിലൊക്കെ കോറിയിട്ടപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഇത്തരത്തിലുള്ള ദൈവ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഇവരും വരുന്നത് സ്റ്റാർ ഒറിജിൻ അല്ലെങ്കിൽ ആകാശത്തു നിന്ന് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇനി പ്രാചീന ഗ്രീക്ക് സങ്കല്പങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ആകാശത്തിൽ നിന്ന് പ്രത്യേക രീതിയിലുള്ള വാഹനങ്ങളിൽ വരുന്നതായിട്ടുള്ള ദൈവങ്ങളെ. ഇനി ഇവിടേക്കൊന്നും പോകണ്ട, നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്കോ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആര്യൻസ് കൊണ്ടുവന്നതായിട്ടുള്ള വേദങ്ങൾ, അതിനുശേഷം വന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ദേവന്മാരുടെയും അസുരന്മാരുടെയും ഒക്കെ കൺസെപ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പൊ ഇവിടെയും ഇവരും സ്റ്റാർ ഒറിജിൻ ആണ്, സെലസ്റ്റിയൽ ബീയിങ്സ് ആണ്. അപ്പൊ ഇവരും ഏതെങ്കിലും തരത്തിലുള്ള പരഗ്രഹ ജീവികളാണോ? ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ കഥകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ മായൻ സിവിലൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ചു വരുന്നതായിട്ടുള്ള ദൈവങ്ങളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കലണ്ടർ സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ പ്രതി ഒരുപാട് മിത്തുകളും ഒരുപാട് രീതിയിലുള്ള പഠനങ്ങളും ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിബിരു എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ആ ഒരു വരവും അതുപോലെ തന്നെ ലോകത്തിന്റെ അവസാനമൊക്കെ മായൻസ് പല രീതിയിൽ പ്രവചിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നതും അതിനെ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പലരും ശ്രമിച്ച് പരാജയപ്പെടുന്ന കാഴ്ചകളൊക്കെ നമുക്കിന്ന് സമകാലികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഖുറാനിലേക്ക് വരുന്ന സമയത്ത് അവിടെ 42-29 ഭാഗത്ത് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. വളരെ ചുരുക്കിയാണ് പറയുന്നത്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അവ രണ്ടിലും ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടവയാണ്. അവൻ ഇച്ഛിക്കുമ്പോൾ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ കഴിവുറ്റവനാണവൻ. ഇത്ര വളരെ ചുരുക്കിയാണ് പറയുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അവ രണ്ടിലും എന്നുള്ളതാണ് എംഫസൈസ് ചെയ്യുന്നത്. ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശവിധാനം എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കേവലം നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു സംഗതിയല്ല. അപ്പൊ അതിൽ രണ്ടിലും ജീവജാലങ്ങൾ എന്ന് പറയുന്ന സമയത്ത് മറ്റൊരു ഡയമെൻഷനിൽ ബീയിങ്സ് ഉണ്ട് എന്നുള്ളത് ഖുറാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ബൈബിളിന്റെ പഴയ നിയമത്തിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് എസെക്കിയേൽ പ്രവാചകന്റേതായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് എന്താണ് പറയുന്നത് എന്നുള്ളത് ഞാനൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയാണ്. ഇത് ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്തുള്ള ഒരു ബൈബിളാണ്. അത്രയും പഴയതായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നുള്ള ആ ഒരു ഭാഗം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എസെക്കിയേൽ പ്രവാചകൻ 10 എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. കർത്താവിന്റെ മഹത്വം ദേവാലയം വിടുന്നു. കർത്താവിന്റെ മഹത്വം ദേവാലയം വിടുന്നു. സോ കർത്താവ് ഒരു ഹയർ ബീയിങ്, മഹത്വം ദേവാലയം വിടുന്നു. അതായത് നമ്മുടെ ഭൂമിയിലുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഒരു സ്പേസ് അവിടെ നിന്ന് പോകുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ലോജിക്കലി നോക്കുന്ന സമയത്ത് കേട്ടോ, ഒരു സയന്റിഫിക് പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് എന്താണ് ബാക്കി പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് എസെക്കിയേൽ പ്രവാചകൻ ഇതിലൂടെ വെളിവാക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഞാൻ നോക്കി, അതാ കെരൂബുകളുടെ മീതെയുള്ള വിധാനത്തിൽ അവയുടെ തലയ്ക്ക് മുകളിലായി ഇന്ദ്രനീല നിർമ്മിതമായ സിംഹാസനം പോലെ എന്തോ ഒന്ന്. അപ്പൊ അത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഇന്ദ്രനീല നിർമ്മിതമായിട്ടുള്ള സിംഹാസനം പോലെ എന്തോ ഒന്ന് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എന്തോ ഒന്ന് എന്ന് പറയുന്ന സമയത്ത് ദാറ്റ് ഈസ് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് പോകാം. അവിടുന്ന് ചണവസ്ത്രധാരിയോട് ആജ്ഞാപിച്ചു. അതായത് ഒരു ഹയർ പവർ ചണവസ്ത്രധാരിയോട് ആജ്ഞാപിക്കുകയാണ്. ചണവസ്ത്രം എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ഒരു വ്യക്തി ഒരുപക്ഷെ ഒരു സ്പേസ് സ്യൂട്ടിനെയാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത്തരത്തിലുള്ള ചില പ്രത്യേക രീതിയിലുള്ള ലിഖിതങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങളൊക്കെ നമുക്ക് ഹിസ്റ്റോറിക്കലി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എക്സാക്ട്ലി അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അതിനെയൊക്കെ റിസംബിൾ ചെയ്യുന്നതായിട്ടുള്ള ആകാശ സഞ്ചാരികളുടെ അല്ലെങ്കിൽ ഗഗനചാരികളെ റിസംബിൾ ചെയ്യുന്നതായിട്ടുള്ള ചില ചിത്രങ്ങൾ ഈവൻ ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയിലേക്ക് പോകുന്ന സമയത്ത് പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നേരത്തെ ഞാനത് സൂചിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. നമുക്കിതിന്റെ ബാക്കി ഭാഗത്ത് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. ചണവസ്ത്രധാരിയോട് ആജ്ഞാപിച്ചു, നീ കെരൂബുകളുടെ കീഴിലുള്ള ചക്രങ്ങൾക്കിടയിലേക്ക് പോവുക. സോ വീൽസ് ബിറ്റ്വീൻ വീൽസ്, അതിന്റെ ഇടയിലേക്ക് പോവാ എന്ന് പറയുമ്പോൾ ചക്രം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സംതിങ് മെക്കാനിക്കൽ, ഒരു മെഷീൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബാക്കി വായിക്കുന്ന സമയത്ത് കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ ജ്വലിക്കുന്ന തീക്കനലെടുത്ത് നഗരത്തിനു മീതെ വിതറുക. ഏതെങ്കിലും രീതിയിലുള്ള അഡ്വാൻസ്ഡ് വെപ്പൺ ആണോ അതോ സംതിങ് എൽസ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേമാന്റെ ഭാഷയിൽ അവിടെ വിവരിക്കുന്നത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ബാക്കി ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ നോക്കി നിൽക്കെ അവൻ പോയി. അവൻ ഉള്ളിൽ കടന്നപ്പോൾ കെരൂബുകൾ ആലയത്തിന്റെ തെക്കുഭാഗത്ത് നിൽക്കുകയായിരുന്നു. അകത്തളത്തിൽ ഒരു മേഘം നിറഞ്ഞു വന്നു. യുഎഫ്ഒ ഫെനോമിന പല ആളുകളും വിവരിക്കുന്ന സമയത്ത് മേഘങ്ങളുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അവർക്ക് ഒളിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ വാഹനത്തിന് ഒരു മറവ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എക്സിസ്റ്റൻസിന്റെ ഫലമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പിന്നീടുണ്ടാകുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബാക്കി ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് കർത്താവിന്റെ മഹത്വം കെരൂബുകളിൽ നിന്ന് ഉയർന്ന ആലയത്തിന്റെ പടിവാതിലിലേക്ക് പോയി. ആലയം മുഴുവൻ മേഘത്താൽ നിറഞ്ഞു. അവിടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക.
അങ്കണമാകെ കർത്താവിന്റെ മഹത്വത്തിന്റെ ശോഭയാൽ പൂരിതമായി. UFO ഫെനോമിന പല സ്ഥലത്തും നടക്കുന്ന സമയത്തും അവിടെ മേഘങ്ങളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ പ്രകാശത്തിന്റെ സാന്നിധ്യവും വളരെയധികം ആളുകൾ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പല ആളുകളുടെ ടെസ്റ്റിമണി കേൾക്കുന്ന സമയത്ത്. ഇനി അതിനുശേഷമുള്ള ഭാഗത്തേക്ക് എന്താണെന്നുള്ളത് നോക്കാം. കർത്താവിന്റെ മഹത്വം കെരൂബുകളിൽ നിന്ന് ഉയർന്ന് ആലയത്തിന്റെ പടിവാതിലിലേക്ക് പോയി. ആലയം മുഴുവൻ മേഘത്താൽ നിറഞ്ഞു. അങ്കണമാകെ കർത്താവിന്റെ മഹത്വത്തിന്റെ ശോഭയാൽ പൂരിതമായി. സർവശക്തനായ ദൈവം സംസാരിക്കുമ്പോഴുള്ള സ്വരം പോലെ കെരൂബുകളുടെ ചിറകടി ശബ്ദം പുറത്തെ അങ്കണം വരെ കേൾക്കാമായിരുന്നു. സോ ആ ചിറകടി ശബ്ദം എന്ന് പറയുന്നത് UFO വരുന്ന സമയത്ത് ഒരു ബസ്സിംഗ് സൗണ്ട്, ഒരു ലോ ബേസ് അല്ലെങ്കിൽ ഒരു ലോ ബാസ് സൗണ്ട് ഉണ്ടാകുന്നതായിട്ട് പല ആളുകളും സാക്ഷികളാണ് എന്ന് അവകാശപ്പെടുന്ന ക്ലെയിം ചെയ്യുന്ന ആളുകൾ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല സിനിമകളിൽ പോലും ഈ ഒരു കാര്യം ഇമിറ്റേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് അവിടുന്ന് ചണവസ്ത്രധാരിയോട് തിരിയുന്ന ചക്രങ്ങൾക്കിടയിൽ നിന്ന് കെരൂബുകൾക്കിടയിൽ നിന്ന് അഗ്നി എടുക്കുക എന്ന് ആജ്ഞാപിച്ചപ്പോൾ, സോ ഫ്രം ദിസ് വെഹിക്കിൾ ടേക്ക് സംതിങ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ലോജിക്കലി ലിറ്ററലി നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവൻ അകത്ത് കടന്ന് ചക്രത്തിന് സമീപം നിന്നു എന്നാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ്. സോ എൻറ്റേഡ് ഇൻ ടു ദാറ്റ് വെഹിക്കിൾ. അപ്പോ കെരൂബുകൾക്കിടയിൽ നിന്ന് ഒരു കെരൂബ് തങ്ങളുടെ ഇടയിലുള്ള അഗ്നിയിലേക്ക് കൈനീട്ടി. അതിൽ നിന്ന് കുറച്ചെടുത്ത് ചണവസ്ത്രധാരിയുടെ കയ്യിൽ വെച്ചു. അവൻ അത് വാങ്ങി പുറത്തേക്ക് പോയി. കെരൂബുകൾക്ക് ചിറകിൻ കീഴിൽ മനുഷ്യകരത്തിന്റെ രൂപത്തിൽ എന്തോ ഒന്ന് ഉള്ളതായി കാണപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെരൂബുകൾക്ക് ചിറകിന്റെ കീഴിൽ കൈ ഉള്ളതായിട്ട് കാണപ്പെടുന്നു. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബീയിങ്സിനെ ആയിരിക്കാം ഒരുപക്ഷെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ നോക്കി, അത് ആ കെരൂബുകളുടെ സമീപത്ത് 4 ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ UFO ഫെനോമിന ആണോ അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓരോ കെരൂബിന് സമീപത്ത് ഓരോ ചക്രം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പേസ് ഷിപ്പ് ആണോ, അത് സ്പേസ് ഷിപ്പിന്റെ സബ് ബ്രാഞ്ചസ് ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചക്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന ഗോമേതകം പോലെ 4നും ഒരേ രൂപമാണ് ഉണ്ടായിരുന്നത്. ഗോമേതകം എന്ന് പറയുന്ന സമയത്ത് എന്താണെന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു തളികയുടെ ഇപ്പോൾ നമ്മൾ കാണുന്നതായിട്ടുള്ള പറക്കും തളികകളുടെ എക്സാക്ട് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു ചക്രം മറ്റൊന്നിനുള്ളിൽ എന്ന പോലെ കാണപ്പെട്ടു. സോ ഇത് ഇന്റർനാഷണൽ ബീയിങ്സ് നോർമലി ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള വെഹിക്കിൾസിന്റെ ഒരു സാങ്കല്പിക രൂപം എന്നുള്ള രീതിയിൽ പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പല ടെസ്റ്റിമണികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 4 ദിക്കുകളിൽ ഏതിലേക്കും അവയ്ക്ക് പോകാമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 4 ദിക്കുകൾ എന്ന് പറയുമ്പോൾ എവിടേക്ക് വേണമെങ്കിലും അതിവേഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് മൾട്ടി ഡയമെൻഷണൽ ട്രാവൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതായിട്ടുള്ള UFO ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്പേസ് ക്രാഫ്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പോകുമ്പോൾ അവ ഇടവലം തിരിയുന്നില്ല. അവ അപ്പോൾ ഒരു സ്പിൻ ചെയ്യുകയാണ്. ഇടത്തോട്ടും വലത്തോട്ടും പോകുന്നില്ലെങ്കിൽ അതിന് ഏത് ഡയറക്ഷനിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സ്പിൻ ചെയ്യുകയാണ് എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും അത് മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. മുൻചക്രത്തെ മറ്റുള്ളവ അനുഗമിച്ചു എന്നാണ് പറയുന്നത്. സോ മദർ ഷിപ്പിനെ മറ്റു ഷിപ്പുകൾ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള UFO അതിനെ ഫോളോ ചെയ്തു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സഞ്ചരിക്കുമ്പോൾ അവ ഇടവലം തിരിഞ്ഞിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. കെരൂബുകളുടെ ശരീരമാകെ പിന്നിലും കൈകളിലും ചിറകുകളിലും ചക്രങ്ങളിലും നിറയെ കണ്ണുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അത് സംതിങ് അഡ്വാൻസ്ഡ്, സംതിങ് എൽസ്. നമുക്കത് വീണ്ടും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ കേൾക്കെ തന്നെ ചക്രങ്ങൾ ചുഴലിച്ചക്രം എന്ന് പേർ വിളിക്കപ്പെട്ടു. ഓരോന്നിനും 4 മുഖങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ മുഖം കെരൂബിൻ്റെത് പോലെ, രണ്ടാമത്തേത് മനുഷ്യന്റെ പോലെ, മൂന്നാമത്തേത് സിംഹത്തിൻ്റെത് പോലെ, 4ാമത്തേത് കഴുകന്റേത് പോലെ. കെരൂബുകൾ മുകളിലേക്ക് ഉയർന്നു. കേബാർ നദീതീരത്ത് ഞാൻ ദർശിച്ച ജീവികൾ തന്നെയാണ് ഇവ. സോ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. കേബാർ നദീതീരത്ത് ഇദ്ദേഹം കണ്ടതായിട്ടുള്ള ജീവികൾ തന്നെയാണ് എന്നുള്ളത് അദ്ദേഹം അവിടെ ഐഡന്റിഫൈ ചെയ്യുകയാണ്. സോ സെക്കൻഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന ഒരു എക്സ്പീരിയൻസോ ആണ്. ഇതിനു മുൻപ് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കെരൂബുകൾ പോയപ്പോൾ ചക്രങ്ങൾ അവയോട് ചേർന്ന് പോയി. ഓക്കെ, കെരൂബുകൾ ഭൂമിയിൽ നിന്ന് ഉയരാനായി ചിറകുകൾ പൊക്കിയപ്പോൾ ചക്രങ്ങൾ അവയിൽ നിന്ന് വേർപ്പെട്ടില്ല. കെരൂബുകൾ നിശ്ചലരായപ്പോൾ ചക്രങ്ങളും നിശ്ചലരായി. കെരൂബുകൾ ഉയർന്നപ്പോൾ ചക്രങ്ങളും ഒപ്പം ഉയർന്നു. സോ ദീസ് ബീയിങ്സ് ആർ കൺട്രോളിങ് ദീസ് വെഹിക്കിൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ആ ജീവികളുടെ ആത്മാവ് അവയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഒരു ടെലിപ്പതിക് ലെവലിൽ നമ്മൾ അവതാർ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ആ ജീവികൾ എങ്ങനെയാണോ മറ്റ് ജീവജാലങ്ങളെ സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, സിമിലർ വേയിൽ തന്നെയാണ് ഇവിടെയും ഈ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ് റീഡിംഗ് പോലുള്ള ഒരു ടെക്നോളജി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ബ്രെയിൻ വെച്ച് ഇന്നത്തെ എലോൺ മസ്കിന്റെ ചിപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് യെസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത്
കർത്താവിന്റെ മഹത്വം ആലയത്തിന്റെ പടിവാതികളിൽ നിന്ന് പുറത്തേക്ക് കെരൂബുകളുടെ മീതെ നിന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ലൈറ്റ് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു ഗൈഡിങ് ലൈറ്റ്. ഞാൻ നോക്കി നിൽക്കെ കെരൂബുകൾ ചിറകുകൾ വിടർത്തി ഭൂമിയിൽ നിന്ന് ഉയർന്നു. അവ പോയപ്പോൾ സമീപത്തായിട്ട് ചക്രങ്ങളും ഉണ്ടായിരുന്നു. കർത്താവിന്റെ ആലയത്തിന്റെ കിഴക്കേ കവാടത്തങ്ങൾ അവ നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അവയുടെ മുകളിൽ നിലകൊണ്ടു. സോ ആ ലീഡിംഗ് ആയിട്ടുള്ള ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ആ മഹത്വം എന്തുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ശക്തി ഇതിന്റെ മേൽ നിലകൊണ്ടു എന്നാണ് പറയുന്നത്. ദ ഹയർ പവർ. കേബാർ നദീതീരത്ത് വെച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴിലായി ഞാൻ കണ്ട ജീവികൾ തന്നെയാണിവ. ആ പ്രവാചകൻ അത് വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടതാണ്. ഇവ കെരൂബുകളാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഓരോന്നിനും 4 മുഖങ്ങളും 4 ചിറകുകളും ഉണ്ടായിരുന്നു. ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങൾക്ക് സദൃശ്യമായിട്ടുള്ള രൂപം വീണ്ടും എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ കേബാർ നദീതീരത്ത് വെച്ച് കണ്ട ജീവികളുടെ മുഖത്തിന്റെ രൂപം തന്നെയായിരുന്നു അവയുടെ മുഖത്തിനും. അവ ഓരോന്നും മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പിന്നീട് ഇത് വീണ്ടും ബൈബിളിൽ ഇങ്ങനെ തുടരുകയാണ്. ആത്മാവെന്നെ ഉയർത്തി കർത്താവിന്റെ ആലയത്തിന്റെ കിഴക്കേ കവാടത്തിലേക്ക് കൊണ്ടുവന്നു. ആത്മാവെന്നെ ഉയർത്തി എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം ആ സമയത്ത് ഒരു ട്രാൻസ് സ്റ്റേജിലായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഡയമെൻഷനിലേക്ക് ഇദ്ദേഹത്തിന് ആക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മറ്റൊരു ഡയമെൻഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നതോ അല്ലെങ്കിൽ ഇദ്ദേഹം അതിലേക്ക് പെടുന്നതോ ആയിരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മൊത്തത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് എപ്പോഴും ഇസ്രായേലിന്റെ ദൈവം അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന ദൈവത്തിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ഇടപെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ. പിന്നീട് ബൈബിൾ തുടരുകയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ. അതാ അവിടെ 25 പേർ ജനപ്രമാണികളായിട്ടുള്ള ആസൂറിന്റെ പുത്രൻ, അതുപോലെ തന്നെ യോസാന്യായെയും ബെനായുടെ പുത്രൻ, അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങളെ കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ബൈബിൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു യെസക്കിയേൽ പ്രവാചകന്റെ ഈ ഒരു പുസ്തകത്തിൽ മാത്രമല്ല ബൈബിളിന്റെ മറ്റു പല ഭാഗങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള വർണ്ണനകൾ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഹിന്ദു മിത്തോളജിയിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയില്ല. ദേവന്മാരുടെയും അസുരന്മാരുടെയും എക്സ്ട്രാ ബീയിങ്സിന്റെയും അത്യാധുനികമായിട്ടുള്ള വെപ്പൺസിന്റെയും ഒക്കെ ഒരു കലവറ, ഒരു ശേഖരം തന്നെ അതിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഈച്ച് ആൻഡ് എവരി റിലീജിയസ് ടെക്സ്റ്റുകൾ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു ഗോഡിനെ മായൻ സിവിലൈസേഷനിൽ നിന്ന് ഒപ്പിയെടുത്ത് പ്രവചിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്കാരത്തിന്റെ നോളജാണ് റിലീജിയൻസിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ കലർപ്പ് വന്നിട്ടുണ്ടായിരിക്കാം, ബട്ട് ലിറ്ററലി ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്താണ് പ്രശ്നമാകുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെതായിട്ടുള്ള രീതിയിൽ മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് കൂടുതൽ ബുദ്ധിയും പവറും കൂടിയവൻ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൂടെ സന്നിവേശിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇന്നത്തെ ഫെനോമിന എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള, പ്രകൃതിയെ സംരക്ഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. ആഫ്രിക്കയിലും മറ്റും കുട്ടികളുടെ ഇടയിൽ ഉണ്ടായ UFO ഫെനോമിന എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെയുള്ള ഏലിയൻസിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടിയതായിട്ടുള്ള ടെലിപ്പതിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഭൂമി ഭാവിയിൽ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അത് ഏതവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതും അതിനുള്ള മുന്നറിയിപ്പുകളും തന്നെയാണ്. ഗ്രീൻ ഇനിഷ്യേറ്റീവുകൾ ഇന്ന് ലോകത്തിലെ കോടീശ്വരന്മാരും ഗവൺമെന്റുകളും എത്ര ശക്തമായിട്ടാണ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഗവൺമെന്റിനും അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള വ്യക്തികൾക്കും ഇത്തരത്തിലുള്ള UFO അല്ലെങ്കിൽ ഏലിയൻ ഫിനോമിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവുകളുണ്ടോ? ഏരിയ 51 പോലുള്ള സ്ഥലങ്ങളിൽ എന്താണ് നടക്കുന്നത്? മനുഷ്യൻ പല രീതിയിൽ പണ്ട് കാലത്തുള്ള ആളുകൾ പ്രേത, ഭൂത, പിശാചുക്കൾ, ദേവീദേവന്മാർ അല്ലെങ്കിൽ ദേവതമാർ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബീയിങ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ഏൻഷ്യന്റ് ഏലിയൻസിനെയാണോ? അവരിന്നും ഭൂമിയിൽ എന്തിനു വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു? അവർ ഭൂമിയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ നാളെ എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിയുക? പണ്ട് പ്രവചിച്ച പോലുള്ള കാര്യങ്ങൾ ഇന്ന് കൃത്യമായിട്ട് വരുന്നത് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഹിന്ദുസത്തിലെ യുഗസങ്കല്പങ്ങൾ പോലുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഏലിയൻ ഫെനോമിനുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള കണക്ഷൻ ഉണ്ടോ? എല്ലാ സിവിലൈസേഷൻ ഇൻക്ലൂഡിംഗ് മായൻ സിവിലൈസേഷനും ക്രിസ്ത്യാനിറ്റി പോലുള്ള റിലീജിയൻസ്, ഇസ്ലാം പോലുള്ള റിലീജിയൻസ്, ഹിന്ദുയിസം, കൽക്കി അല്ലെങ്കിൽ കലിയുഗ കൺസെപ്റ്റുകളൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മതങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അൺട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാചീന കാലത്ത് നമ്മുടെ പൂർവികന്മാരുമായിട്ട് ഇൻ കോണ്ടാക്ട് വന്നിട്ടുള്ളതായിട്ടുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്സ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളെയും UFOയെയും നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിൽ നിന്ന് നമുക്ക് പ്രാചീനമായിട്ടുള്ള മതങ്ങൾ മറച്ചു വെച്ച് നമ്മളെ പഠിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ മത നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ധ്യാനത്തിലൂടെയും
അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാക്ടീസ് ഓഫ് സ്പിരിച്വൽ ടെക്നിക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾ അറിയാതെ പോലും ട്രാൻസിൽ പെട്ടു പോകുന്നതും അല്ലെങ്കിൽ ടെലിപ്പതി പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നതും പുറത്തു നിന്നും നമുക്ക് വിഷൻസ് കിട്ടുന്നതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ കർമ്മം പ്രധാനമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു ഉത്തരമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു അവലോകനമാണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. തുടർന്ന് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ് തൽക്കാലത്തേക്ക്. നമസ്തേ.